ഏഷ്യ കപ്പ് 2020 ക്രിക്കറ്റിന് ഇന്ന് കൊടിയേറ്റം. ഉദ്ഘാടന മത്സരത്തിൽ അഫ്ഗാനിസ്ഥാൻ ഹോങ്കോങ്ങിനെ നേരിടും. രാത്രി 8 മണിക്കാണ് മത്സരം. ഇന്ത്യയുടെ ആദ്യ മത്സരം നാളെ UAE-ക്കെതിരെയാണ്. ഹരികൃഷ്ണൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ഹരി, അങ്ങനെ ഏഷ്യൻ വെടിക്കെട്ടിന് ഇന്ന് തുടക്കമാവുകയാണല്ലേ? തീർച്ചയായും ആര്യ, 17ാമത് ഏഷ്യ കപ്പിന് ഇന്ന് തുടക്കമാവുകയാണ്. പ്രധാനമായും ഇന്ത്യയുടെ മത്സരം നാളെയാണ് നടക്കുന്നത്. ഹോസ്റ്റായ UAE-ക്കെതിരെയാണ്. അഫ്ഗാനിസ്ഥാൻ മത്സരിക്കുന്നത് ഹോങ്കോങ്ങിനെതിരെയാണ്. അഫ്ഗാനിസ്ഥാൻ ആവട്ടെ പാകിസ്ഥാനും UAE-യും തമ്മിലുള്ളൊരു ട്രൈ സീരീസിൽ ഒരു ഫൈനലിൽ പാകിസ്ഥാനെതിരെ 75 റൺസിൻ്റെ പരാജയം ഏറ്റുവാങ്ങിയത് കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പാണ്. അതിനുശേഷമാണ് നേരെ ഏഷ്യ കപ്പിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അഫ്ഗാൻ പടയ്ക്ക് റാഷിദ് ഖാൻ്റെ അഫ്ഗാൻ പടയ്ക്ക് ഒരു ചെറിയ ആത്മവിശ്വാസക്കുറവ് ഉണ്ടായിരിക്കാം. അത് മാക്സിമം മുതലാക്കുക എന്നുള്ളതായിരിക്കാം ഹോങ്കോങ്ങിൻ്റെ ഉദ്ദേശം. ഉറപ്പായിട്ടും ഇതൊരു ടൈറ്റ് മത്സരമാണോ എന്ന് ചോദിച്ചാൽ അല്ല. ഫേവറേറ്റ്സ് അഫ്ഗാനിസ്ഥാൻ തന്നെയാണെങ്കിൽ പോലും ഹോങ്കോങ്ങിനുണ്ടായ ഒരു മാറ്റമുണ്ട്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് തന്നെ ഹോങ്കോങ്ങിൻ്റെ ക്രിക്കറ്റിംഗ് നേഷനുണ്ടായ ഒരു വലിയ മാറ്റം ഇത്തവണ ഹോങ്കോങ്ങിനെ കുറച്ചെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതാണ് വിശ്വാസം. അതോടൊപ്പം തന്നെ ഏവരും ഉറ്റുനോക്കുന്നത് ഇന്ത്യയുടെ മത്സരം തന്നെയാണ്. ഇന്ത്യയും UAE-യും തമ്മിലുള്ള മത്സരം നാളെയാണ് നടക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ടീം ഫോർമാറ്റ് എങ്ങനെയാണ് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ ധാരണ ഇതുവരെയില്ല. കഴിഞ്ഞ ദിവസം മോർനെ മോർക്കൽ ഉൾപ്പെടെ പറഞ്ഞത് കുൽദീപ് യാദവ് ടീമിൽ ഉണ്ടാകുമോ, മത്സരിക്കുമോ എന്നുള്ള കാര്യത്തിൽ പോലും സൂചിപ്പിച്ചത് മാച്ചിൻ്റെ അന്ന് ടീം എന്താണ് എന്നുള്ളത് പ്രഖ്യാപിക്കാം എന്നുള്ളതാണ്. കാരണം അവിടുത്തെ കണ്ടീഷൻസ് എന്താണെന്ന് മനസ്സിലാക്കണം. ഫേവറബിൾ ആണോ, സ്പിന്നിന് ഉപകാരപ്പെടുന്നതാണോ, ബാറ്റിംഗ് ട്രാക്കാണോ എന്നതൊക്കെ നോക്കി അതനുസരിച്ച് തീരുമാനിക്കാം എന്നുള്ളതാണ് മോർനെ മോർക്കലിൻ്റെ വാക്കുകൾ. അപ്പോൾ കുൽദീപിന് ഇത്തവണയും ബെഞ്ചിലിരിക്കേണ്ടി വരുമോ എന്നൊരു വലിയ ചോദ്യം കൂടി നിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് സഞ്ജു ഓപ്പണറായിട്ട് തന്നെ വരാനുള്ളൊരു സാധ്യത ഏറെയാണ്. ഓപ്പണിംഗ് കോമ്പിനേഷനായിട്ട് അഭിഷേകും സഞ്ജുവും കൂടി ഓപ്പൺ ചെയ്യാനുള്ളൊരു സാധ്യതയും കൂടി മുന്നിൽ കാണുന്നുണ്ട്. അങ്ങനെ ഒരു ഘട്ടവും കൂടിയുണ്ട്. ഏതായാലും ഡിഫൻഡിംഗ് ചാമ്പ്യൻസായ ഇന്ത്യക്ക് ഇത്തവണത്തെ ഏഷ്യ കപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ്. അതോടൊപ്പം തന്നെ സൂര്യകുമാർ യാദവിൻ്റെ ക്യാപ്റ്റൻസിയിൽ ഇന്ത്യക്ക് വീണ്ടും ഒരു വിജയ തേരോട്ടത്തിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ളതാണ്. പ്രത്യേകിച്ച് T20 ലോകകപ്പ് ഒക്കെ വരാനിരിക്കുന്നൊരു ഘട്ടത്തിൽ ഈ ഏഷ്യ കപ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യവും കൂടിയാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. ഇന്ത്യക്ക് മാത്രമല്ല ബാക്കിയുള്ള രാജ്യങ്ങൾക്ക് ഉൾപ്പെടെ. നമ്മൾ 2 ഗ്രൂപ്പുകൾ ആയിട്ട് തിരിക്കുമ്പോൾ പോലും ഇന്ത്യ പാകിസ്ഥാൻ, നമുക്കറിയാം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഈ ഏഷ്യ കപ്പിൽ മത്സരിക്കും. ഒരു വലിയ തീവാർന്ന മത്സരമായിട്ട് തന്നെ അത് മാറാനുള്ളൊരു സാധ്യതയും ഉണ്ട്. കാരണം കുറച്ച് നാളുകളായി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ മത്സരിക്കുന്നില്ല. അതോടൊപ്പം തന്നെ ആ ഒരു മത്സരത്തിന് വേണ്ടിയിട്ടുള്ളൊരു കാത്തിരിപ്പും ക്രിക്കറ്റിംഗ് പ്രേമികൾക്ക് മുഴുവൻ ഉണ്ട് താനും. അതോടൊപ്പം തന്നെ നമ്മൾ ഈ ഫോർമാറ്റിലേക്ക് വരുമ്പോൾ ഗ്രൂപ്പ് A ഘട്ടത്തിലേക്കും ഗ്രൂപ്പ് E ഘട്ടത്തിലേക്ക്, ഇപ്പോൾ ഗ്രൂപ്പ് Aയിൽ മത്സരിക്കുന്നത് ഇന്ത്യയും പാകിസ്ഥാനും ഒമാനും UAE-യുമാണ്. അപ്പോൾ പാകിസ്ഥാനും ഒമാനും UAE-യും ഇന്ത്യയുടെ എതിരാളികളായിട്ട് മാറുമ്പോഴേക്കും സ്വാഭാവികമായും ഗ്രൂപ്പ് Aയിലെ ഫേവറേറ്റ്സ് ആയിട്ട് മാറുന്നത് ഇന്ത്യ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും ഇല്ലെങ്കിൽ പോലും പാകിസ്ഥാൻ വളരെ ഒരു വലിയ എതിരാളിയായിട്ട് മാറാനുള്ള ഒരു സാധ്യതയും കൂടി ഗ്രൂപ്പ് Aയിലുണ്ട്. ഗ്രൂപ്പ് Bയിൽ എടുത്തു നോക്കുമ്പോഴേക്കും ശ്രീലങ്ക, അഫ്ഗാനിസ്ഥാൻ, ഹോങ്കോങ്ങും ബംഗ്ലാദേശുമാണ് നിൽക്കുന്നത്. ഇതാണ് കുറച്ചുകൂടി ഒരു ടഫ് ഗ്രൂപ്പായിട്ട് ക്രിക്കറ്റ് അനാലിസ്റ്റുകൾ പറയുന്നത്. കാരണം ശ്രീലങ്കയും അഫ്ഗാനിസ്ഥാനും ഹോങ്കോങ്ങും UAE-യും അടങ്ങുന്ന ഗ്രൂപ്പിൽ ഫേവറേറ്റ്സ് ആര് വേണമെങ്കിലും ആകാം എന്നുള്ളതാണ്. കാരണം നാളുകളായി കുറച്ച് വർഷങ്ങളായിട്ടുള്ള ശ്രീലങ്കയുടെ ക്രിക്കറ്റിൽ അവർക്കുണ്ടാകുന്ന ഒരു പതനമുണ്ട്. അതോടൊപ്പം തന്നെ അഫ്ഗാനിസ്ഥാൻ വളർന്നു വരുന്ന ഒരു ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന ഒരു ക്രിക്കറ്റിംഗ് നേഷനായിട്ട് മാറുന്നു. ഹോങ്കോങ്ങും UAE-യും അതേപോലെ തന്നെ അവരും അവരുടേതായ ഒരു സ്റ്റാൻഡേർഡ്സ് പുതുക്കിക്കൊണ്ടാണ് സ്റ്റേജ് ആരംഭിക്കുന്നത്. സെപ്റ്റംബർ 20-ാം തീയതിയാണ്. 28-നാണ് ടൂർണമെൻറ്റ് അവസാനിക്കുകയും ചെയ്യുന്നത്. ഒരു തീവാർന്ന പോരാട്ടം, പ്രത്യേകിച്ച് ഏഷ്യ കപ്പ് പോലൊരു ടൂർണമെൻറ്റ് ഇന്ത്യക്ക് എപ്പോഴും ആധിപത്യം ഉണ്ടാകുന്ന ഒരു ടൂർണമെൻറ്റാണ് ഏഷ്യ കപ്പ്. ആ ഒരു ആധിപത്യം ഇത്തവണയും വീണ്ടും തുടരുക എന്നുള്ളത് തന്നെയാണ്. സൂര്യകുമാർ യാദവിൻ്റെ ക്യാപ്റ്റൻസിയിലൂടെ ആ ഒരു ആധിപത്യം തുടരുക എന്നുള്ളത്. അതോടൊപ്പം തന്നെ ആരൊക്കെ ആയിരിക്കാം പ്ലേയിങ് 11 എന്നുള്ളത് കൃത്യമായ ധാരണ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. കാരണം എനിക്ക് തോന്നുന്നു, മാത്രമല്ല ക്രിക്കറ്റ് അനലിസ്റ്റുകൾ ഉൾപ്പെടെയുള്ളവർ പറയുന്നത് ഇന്ത്യക്ക് കുറച്ചുകൂടെ ഫേവറേറ്റ്സ് ആയി നിൽക്കുന്ന ഒരു ടൂർണമെൻ്റ് ആയതുകൊണ്ട് തന്നെ ഇന്ത്യക്കൊരു പ്രത്യേകിച്ച് T20 ലോകകപ്പും കൂടെ വരാൻ നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ ഒരു വളരെ സിൻസിയറായിട്ട് ഒരു പ്രാക്ടീസ് മാച്ച് പോലെ എന്ന രീതിയിൽ തന്നെ വളരെ സീരിയസ് ആയിട്ട് തന്നെ നോക്കി കാണേണ്ട ഒരു ഏഷ്യ കപ്പിനെ ലഘൂകരിക്കുകയാണോ എന്നൊരു വിമർശനവും കൂടി ഒരു ഭാഗത്ത് നിന്ന് ഉയരുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഏഷ്യ കപ്പ് പോലൊരു ടൂർണമെൻറ്റ് ഇന്ത്യക്ക് വളരെ ഫേവറേറ്റ്സ് ആയിട്ട് നിൽക്കുന്ന ഒരു ടൂർണമെൻറ്റ് എങ്ങനെയായിരിക്കാം ഇന്ത്യ പെർഫോം ചെയ്യുക എന്നതും കൂടി ഏവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യം. അതോടൊപ്പം ഏവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ് ഹരി, പാകിസ്ഥാന്റെയും ഇന്ത്യയുടെയും പോരാട്ടം. ഏറ്റവും ഗ്ലാമറസ് സൂപ്പർ പോരാട്ടം, അതിലേക്കുള്ള ആകാംക്ഷ, അതേക്കുറിച്ച് കൂടി. തീർച്ചയായും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഈ ഗ്രൂപ്പ് ഘട്ടത്തിലേക്ക് വരുമ്പോൾ തന്നെ പാകിസ്ഥാനുമായിട്ട് എതിരാളികളായിട്ട് നിൽക്കുമ്പോൾ തന്നെ ഏവരും ഉറ്റുനോക്കിയിരുന്ന ഒരു ഗ്രൂപ്പും കൂടിയാണത്. കാരണം പാകിസ്ഥാൻ ഇന്ത്യ തമ്മിലുള്ള റൈവൽറി ആരംഭിക്കുന്നത് മുതൽ നമ്മൾ T20 മത്സരങ്ങളൊക്കെ എടുത്തു നോക്കുമ്പോഴേക്കും ആദ്യം ഓർമ്മ വരുന്നത് 2007-ലെ ബൗൾ ഔട്ട് ടൂർണമെൻറ്റൊക്കെയാണ്. ബൗൾ ഔട്ടൊക്കെയായി പാകിസ്ഥാനെ 141 ടോട്ടലിൽ നിർത്തിക്കൊണ്ട് ബൗൾ ഔട്ട് ചെയ്ത ഇന്ത്യയാണ്. അതിനുശേഷം T20 ലോകകപ്പ് ഇപ്പോൾ 2022-ലുണ്ടായിരുന്ന ഘട്ടത്തിലും വിരാട് കോഹ്ലി വിജയിപ്പിച്ചെടുത്ത മത്സരവും എല്ലാം തന്നെ നമുക്ക് ഓരോ രോമാഞ്ചം നൽകുന്ന ഓരോ മത്സരം
മത്സരങ്ങളൊക്കെ തന്നെ ഉണ്ട്. ഇത്തവണത്തെ ഇത്തവണത്തെ ഏഷ്യ കപ്പിലേക്ക് വരുമ്പോഴേക്കും T20 ഫോർമാറ്റിലേക്ക് മാറുന്ന ഏഷ്യ കപ്പിലേക്ക് വരുമ്പോഴേക്കും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു മത്സരം അതിന് കൃത്യമായ ധാരണയിലേക്ക് എടുത്ത് നോക്കുമ്പോൾ പോലും ഒരു വലിയ തീവാർന്ന മത്സരമായിട്ട് മാറാനുള്ള ഒരു സാധ്യതയും കൂടി രണ്ട് രാജ്യങ്ങൾക്കിടയിലുമുണ്ട്. ഉറപ്പായിട്ടും ഇന്ത്യ തന്നെയാണ് ഫേവറേറ്റ്സ് ആയിട്ട് നിൽക്കുന്നത്. റീസെൻ്റ് ആയിട്ട് നിൽക്കുന്ന മത്സരങ്ങളും ഫോമുകളും എല്ലാം വെച്ച് നോക്കുമ്പോഴേക്കും ഇന്ത്യ തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷേ എന്നാൽ പോലും പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും ഒരു വലിയ ഫൈറ്റ് ഇന്ത്യക്കെതിരെ നൽകാനുള്ളൊരു സാധ്യതയും കൂടി ഉണ്ട്. പക്ഷേ ഈ ഏഷ്യ കപ്പ് അതാണ് അതിൻ്റെ പ്രശ്നം. ഒരു ടൂർണമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് UAE കണ്ടീഷൻസ് എന്താണ്, എങ്ങനെയായിരിക്കാം ഇത് ഫേവറബിൾ, സ്പിന്നിന് അനുകൂലമായിരിക്കോ പേസിന് അനുകൂലമായിരിക്കോ, ഒരുപാട് ചോദ്യങ്ങൾ നിൽക്കുകയാണ്. നിലവിലത്തെ സാഹചര്യത്തിനനുസരിച്ച് ബാറ്റിംഗ് ട്രാക്ക് തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത് പറഞ്ഞാൽ പോലും മത്സരങ്ങൾ വരുമ്പോഴേക്കും എങ്ങനെയാണ് ഗതി മാറുക എന്നുള്ളത് സംബന്ധിച്ച് വളരെ നിർണായകമായ മാറ്റങ്ങളൊക്കെ വരേണ്ടതുണ്ട്. അതുകൊണ്ട് ടൂർണമെൻ്റ് ഒന്ന് തുടങ്ങുമ്പോൾ, പ്രത്യേകിച്ച് ഇന്ന് ടൂർണമെൻറ്റ് ആരംഭിക്കുമ്പോഴേക്കും എങ്ങനെയാണ് കണ്ടീഷൻസ് പ്ലേ ചെയ്യുക, എങ്ങനെയാണ് ഓരോ ടീമിനും അതനുസരിച്ചുള്ള ആനുകൂല്യങ്ങൾ ഉണ്ടാവുക എന്നുള്ളതൊക്കെ വളരെ നിർണായകമായി മാറുകയും ചെയ്യും ഇന്ന് മുതൽ. അപ്പോൾ ടൂർണമെൻ്റ് ഒന്ന് ആരംഭിക്കുമ്പോഴേക്കും സ്വാഭാവികമായും ഉണ്ടാകുന്ന ഒരു മാറ്റമുണ്ട്. പ്രത്യേകിച്ച് ടീമിൽ ഉണ്ടാകുന്ന അഴിച്ചുപണികൾ ആരെയൊക്കെ നിലനിർത്തണം എന്നുള്ളത്. അപ്പോൾ കുൽദീപിൻ്റെ പേര് ഏറ്റവും കൂടുതൽ ഉന്നയിക്കപ്പെടാനുള്ള കാരണം ഇംഗ്ലണ്ടിനെതിരെയുള്ള സീരീസിൽ കുൽദീപ് ബെഞ്ച്ഡ് ആയിരുന്നു. അപ്പോൾ കുൽദീപിന് ഒരു അവസരം എന്തുകൊണ്ട് നൽകുന്നില്ല എന്നുള്ള വിമർശനം വളരെയധികം ഉയർന്നിരുന്ന ഒരു ഘട്ടവും കൂടി ഉണ്ടായിരുന്നു. ആ ഒരു ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോഴാണ് വീണ്ടും ഒരു സ്റ്റേക്കിൽ നിൽക്കുന്നത് പോലെ എപ്പോഴും ഒരു കൃത്യമായ മറുപടി ലഭിക്കുന്നില്ല. അതുകൊണ്ടാണ് മാച്ചിൻ്റെ അന്ന് തീരുമാനിക്കാമെന്നത് പോലും പറയുന്നതെന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ ഒരു ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ എങ്ങനെയായിരിക്കാം ടീം ഫോർമേഷൻ എന്നുള്ള ഒരു കാര്യത്തിലും കൂടി വ്യക്തമായ ധാരണ ലഭിക്കേണ്ടതുണ്ട്. ഈ ടീം ഫോർമേഷനെ പറ്റി പറയുമ്പോൾ എല്ലാവർക്കും ആകാംക്ഷയുള്ള കാര്യം സഞ്ജുവിന്റെ കളി എപ്പോഴുണ്ടാകും എന്നുള്ളൊരു ആകാംക്ഷ കൂടി ബാക്കി നിൽക്കുന്നുണ്ടല്ലോ ഹരി. തീർച്ചയായും അറിയാം. കാരണം സഞ്ജുവിനെ പോലൊരു നമ്മൾ മലയാളികൾക്ക് അഭിമാനമായി നിൽക്കുന്ന താരം ഏഷ്യ കപ്പിലെ പോലെ പ്രധാനപ്പെട്ട ഒരു ടൂർണമെൻറ്റിൽ ഒരു ഓപ്പണിംഗ് സ്ലോട്ടിൽ വന്ന് ബാറ്റ് ചെയ്യുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. കാരണം സഞ്ജുവിൻ്റെ റീസെൻറ്റ് ഫോം വളരെയധികം അതിന് ഗുണം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കേരള ക്രിക്കറ്റ് ലീഗിൽ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന് വേണ്ടി സഞ്ജു കളിക്കുമ്പോൾ പോലും ലഭിച്ച സെഞ്ചുറികളും അർദ്ധ സെഞ്ചുറികളുടെ കണക്കും അത് തന്നെയാണ്. ഇതെല്ലാം സെലക്ടേഴ്സ് സ്വാഭാവികമായി വീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഏറ്റവും റീസെൻറ്റ് ഫോം അതിന് വളരെയധികം ഗുണം ചെയ്തിട്ടുണ്ടെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. സ്വാഭാവികമായും കൊച്ചിയുടെ അവസാനത്തെ മത്സരങ്ങളൊന്നും സഞ്ജുവിന് കളിക്കാൻ സാധിച്ചിട്ടില്ല. കാരണം ഏഷ്യ കപ്പിന് ടീമിന് വേണ്ടി പോകുന്നുള്ളതുകൊണ്ട് തന്നെ. പക്ഷേ എന്നാൽ പോലും സഞ്ജുവിൻ്റെ റീസെൻറ്റ് ഫോം വളരെയധികം സഞ്ജുവിന് ഗുണം ചെയ്യുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. T20 പ്രത്യേകിച്ച് KCL ഫോളോ ചെയ്ത് എല്ലാവർക്കും മനസ്സിലാവും സഞ്ജുവിൻ്റെ സ്ഥിരതയാർന്ന പ്രകടനം. അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. KCL പോലൊരു ടൂർണമെൻറ്റ് ഉറപ്പായിട്ടും ഈ ഏഷ്യ കപ്പ് പോലൊരു ടൂർണമെൻറ്റിൻ്റെ ഒരു താരതമ്യമാകുമെന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ ഒരു പ്ലെയറിൻ്റെ ഫോമിനനുസരിച്ച് അയാളുടെ റീസെൻറ്റ് പെർഫോമൻസ് ഏതൊക്കെ ലീഗിലാണെങ്കിലും അത് നോക്കുന്ന ഒരു കാഴ്ചപ്പാട് സെലക്ടേഴ്സ് എപ്പോഴും പുലർത്താറുണ്ട്. അതിന് ഏറ്റവും കൂടുതൽ ഗുണമായിട്ട് മാറിയത് KCL തന്നെയാണെന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ സഞ്ജുവിൻ്റെ റീസെൻറ്റ് ഫോം വെച്ച് നോക്കുകയാണെങ്കിൽ T20 സ്ഥിരതയാർന്ന പ്രകടനവും മികച്ച ആവറേജും മികച്ച സ്ട്രൈക്ക് റേറ്റും വെച്ച് നിൽക്കുന്ന സഞ്ജുവിന് ഒരുപാട് സാധ്യതകൾ ഈ ഏഷ്യ കപ്പിൽ ഉണ്ടാകും എന്നുള്ളതാണ് സെലക്ടേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യക്ക് പ്രത്യേകിച്ച് നാളത്തെ മത്സരത്തിൽ UAEക്കെതിരെ ഒരു വലിയ തുടക്കം സഞ്ജുവിന് കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ടൂർണമെൻറ്റിൽ മികച്ചൊരു സ്ഥിരതയാർന്ന പ്രകടനം സഞ്ജുവിന് നേടിയെടുക്കാൻ സാധിച്ചാൽ അത് വലിയ ബെനിഫിറ്റായിട്ട് മാറും. കാരണം T20 സൈഡിൽ സഞ്ജു ഇപ്പോൾ ഏകദേശം ഒരു സ്ഥിരതയാർന്ന പ്ലെയർ തന്നെയാണ്. എന്നാൽ പോലും ജിതേഷിൻ്റെ ഒരു വരവും അല്ലെങ്കിൽ ഒരു വിക്കറ്റ് കീപ്പേഴ്സിൻ്റെ ഒരു മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിൽ പോലും സഞ്ജുവിന് ആ ഒരു ഓപ്പണിംഗ് സ്ലോട്ട് കൃത്യമായി ഉപയോഗിക്കാൻ സാധിക്കും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം രവിശാസ്ത്രി ഉൾപ്പെടെ ശുഭ്മാൻ ഗില്ലും സഞ്ജുവും തമ്മിലുള്ള താരതമ്യത്തിൽ പോലും സഞ്ജുവിന് വിട്ടുകൊടുക്കാതെയാണ് രവിശാസ്ത്രി സംസാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഏവരും വളരെയധികം ഉറ്റുനോക്കുന്ന ഒരു പ്ലെയറായിട്ട് സഞ്ജു മാറുമ്പോൾ പോലും സഞ്ജുവിൻ്റെ പ്രകടനം വളരെ നിർണായകമാകും. KCL പോലൊരു ടൂർണമെൻറ്റിനെ ഇപ്പോൾ നമ്മൾ കേരള ക്രിക്കറ്റ് ലീഗും കേരളത്തിലെ താരങ്ങളൊക്കെ മാത്രമായിട്ട് മാറ്റി നിർത്തിയാൽ പോലും ആ ഒരു ഫോം വളരെയധികം സഞ്ജുവിന് ഗുണം ചെയ്തിട്ടുണ്ടെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അത് ഏഷ്യ കപ്പിലും കൂടെ പ്രതിഫലിക്കാൻ സാധിച്ചാൽ ഇന്ത്യക്ക് ഒരു മികച്ച തുടക്കം തന്നെ അഭിഷേക് ശർമ്മയ്ക്കും കൂടെ പുലർത്താൻ സാധിച്ചാൽ ഒരു മികച്ച തുടക്കം നേടിയെടുക്കാൻ സാധിക്കും. ഇന്ത്യക്ക് അതിലൂടെ കുറച്ചുകൂടെ ഫേവറേറ്റ്സ് ആയിട്ട് പ്രത്യേകിച്ച് ഓരോ മത്സരങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴേക്കും അതിലേക്ക് കുറച്ചുകൂടെ കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് സഞ്ജുവിൻ്റെ ബാറ്റിലൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്ക് ഓപ്പണിംഗ് കുറച്ചുകൂടെ വ്യക്തമാവുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ബാക്കി മിഡിൽ ഓർഡർ പ്ലേയേഴ്സ് വരുന്നത് ഇപ്പോൾ സൂര്യകുമാർ യാദവ് ആയിക്കോട്ടെ ഇവർക്ക് എല്ലാവർക്കും വരുന്നൊരു പ്രഷർ കുറയാനുള്ള ഒരു സാധ്യതയും കൂടിയുണ്ട്. അതുകൊണ്ട് സഞ്ജുവിന് ഒരു വലിയ വിശ്വാസം ഇന്ത്യൻ ടീം പുലർത്തുന്നുണ്ട്. അത് വെച്ച് പുലർത്താൻ സാധിക്കട്ടെ എന്നുള്ള മലയാളികളുടെ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാരുടെ പ്രാർത്ഥന തന്നെ നാളെ തൊട്ടുള്ള മത്സരങ്ങളിൽ ഉണ്ടാകട്ടെ എന്നുള്ളതാണ് പറയാനുള്ള കാര്യം. തീർച്ചയായും MS ഹരികൃഷ്ണനാണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.